ഇസമോള് അടിപൊളിയാക്കണല്ലോ. മിച്ചിൻ്റെ എത്തിങ്ങാനൊക്കെ പോവാ. അവിടെ നിന്ന് എന്തൊക്കെ പരിപാടി ഉണ്ട്? ഡാൻസ് പാട്ടൊക്കെ ഉണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ ഇസമോള് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ എത്തിങ്ങാനിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘമാണ്. അപ്പോൾ നമ്മൾ സ്കൂളിലെ സംഗമം എന്ന് പറയുമ്പോൾ നമ്മളെ ബാച്ച് മീറ്റ് മാത്രമായിരിക്കും. ഇത് പറയുമ്പോൾ ഞങ്ങൾ സീനിയർ ഞങ്ങൾ കൂടപ്പിറപ്പുകളെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്തോഷമാണ് കേട്ടോ. എന്താ വെച്ചാൽ സന്തോഷവും സമാധാനവും സങ്കടവും എല്ലാം പങ്കുവെച്ച് ഒരു പാത്രത്തിൽ ഉണ്ടുറങ്ങിയവരാണ്, ഒരു റൂമിൽ കിടന്നുറങ്ങിയവർ, സ്വന്തം കൂടപ്പിറപ്പുകൾ തന്നെ. അപ്പോൾ അവരെ കാണുക, വർഷത്തിലൊരിക്കൽ അവരെ കാണുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാനും പിന്നെ നമ്മളെ പൊന്നൂസ് ഉണ്ടായിരുന്നു, അതേപോലെ തൻ്റെ ചെറിയ മോളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരായിരുന്നു. പിന്നെ ഓരോരുത്തരെ കണ്ടു. ഒരുപാട് പേരെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് പേരെ ഇപ്രാവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ ജ്യേഷ്ഠത്തിൻ്റെ ബാച്ച് മീറ്റാണിത്, ബാച്ചാണ്. പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ വേറൊരു ജ്യേഷ്ഠത്തിൻ്റെ ഒപ്പമുള്ളവരാണ്. അതുപോലെ ഓരോരുത്തരും ഓരോ ബാച്ചിലുള്ളവരാണ് കേട്ടോ. അങ്ങനെ ഒരു ബാച്ചിലുള്ളവർ എന്നുള്ളതിലല്ല കേട്ടോ, ഇതൊക്കെ അവിടെ പഠിച്ച കാക്കന്മാരാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രായമായിട്ടുള്ളവർ, ഒരുപാട് വർഷങ്ങളോളം മുമ്പ് വന്നിട്ടുള്ളതാണ് നമ്മൾ എത്തിങ്ങാന പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് പേര് അവിടെ പഠിച്ചു പോയിട്ടുള്ളവരുണ്ട്. കുറച്ച് പേരതിൽ ഭൂരിപക്ഷത്തിൽ കുറച്ച് പേര് മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു പ്രസംഗവും കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് കഴിക്കാൻ പോയത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണ കിച്ചണാണ് കേട്ടോ ഇത്. ഡൈനിങ്ങളാണ് മുമ്പ് കാണിച്ചത്. അതുപോലെ കിച്ചണാണ്. ഞങ്ങളെ ചോറ് വെക്കണ ചെമ്പ്, കറി വെക്കണ ചെമ്പ്, ഒരുപാട് സന്തോഷങ്ങൾ പങ്കിട്ട നിമിഷങ്ങൾ എന്ന് പറയണല്ലോ. പിന്നെ ഒരുപാട് പേര് പുതിയ ആൾക്കാരാണ് കേട്ടോ കിച്ചണിൽ ഉള്ളത്. അങ്ങനെ പിന്നെ എല്ലാവരോടും സംസാരിച്ച് സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു ദിവസം തന്നെ. രാവിലെ ഞങ്ങൾ പോയിട്ട് വൈകുന്നേരമാണ് തിരിച്ച് പോന്നിട്ടുള്ളത്. ഓരോരുത്തരും അവരവരെ വീട്ടിലേക്ക് മടങ്ങി. പിന്നെ അതിൻ്റെ ഇടയിലൂടെ തന്നെ നമ്മൾ അച്ചാർ ബിസിനസ്സും ഇവിടെ നടന്നിരുന്നു കേട്ടോ. ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞിട്ട് നീ വരുമ്പോൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ആണുങ്ങൾ താമസിക്കുന്ന ഭാഗമാണ് കേട്ടോ. ഞങ്ങൾ പെണ്ണുങ്ങൾ താമസിക്കുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചതും ഇതൊക്കെ പിന്നെ നമ്മൾ പഠിപ്പിച്ച സാർമാരൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കണ്ടതൊക്കെ. അങ്ങനെ പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്ക് ഇസമോളെ ഇക്ക വന്നിട്ട് കൂട്ടിയിട്ട് പോയി. പിന്നെ ഞങ്ങൾ അതുപോലെ കുറച്ച് പേര് ചേർന്നിട്ട്, എൻ്റെ ഒപ്പമുള്ളവരല്ല കേട്ടോ, എൻ്റെ ജൂനിയറിൻ്റെ കൂടെ പോയിട്ട് ഞാൻ അവരുടെ കൂടെ ഒരു ജ്യൂസും ഇതൊക്കെ കഴിച്ചിട്ട് ഒക്കെയാണ് പിന്നീട് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ സന്തോഷങ്ങൾ പങ്കിടാൻ ഇനിയും ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണേ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സന്തോഷ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ. ഇത് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളെ സന്തോഷങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യണേ.